ഈ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കാവോ? Can you turn off the lights, please? ഓഫ് ആക്കാം. രാവിലെ എണീറ്റപ്പോഴേക്കും അവള് പോയടാ. നീ അവളെ അന്വേഷിച്ചില്ലേ? ഞാൻ അന്വേഷിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് അവളോടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇത് 1 night stand അല്ലേ? 1 night stand ഇവിടെ ഇപ്പം രണ്ടുപേരും ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ അധികം ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നൊരു പരിപാടി. ഇത്ര വൃത്തിയായിട്ടുള്ളതായിട്ടാണ് ബോബേൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കണത്. എടാ അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ആളുടെ കല്യാണമൊക്കെ ഞാനാ മുടക്കണമെന്നാണ് പറയണത്. എന്തെങ്കിലും പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇല്ലാണ്ട് പോയിട്ട് ഒറ്റക്ക് പണി മേടിച്ചല്ല. ഇതിപ്പോൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ആലോചിക്കാനൊന്നുമില്ല. ചേട്ടനോട് കാര്യം പറയാം, അത്രേ ഉള്ളൂ. നീ ചെന്നങ്ങോട്ട് പറഞ്ഞേച്ചാൽ മതി. എടാ അല്ലേ തന്നെ നീ ഉഴപ്പി പണ്ടാറാണെങ്കിൽ കൊണ്ടാണ് MBA പാസ്സാവത്തെന്നാണ് പുള്ളി പറയണത്. അതിൻ്റെ പറയാണ് ഇത് പറയണത്. അതാണ് എനിക്ക് ടെൻഷൻ. ഞാനേ ആലോചിച്ചിട്ട് ഒരു വഴികൾ എനിക്കിട്ടാം. എന്താണ് എനിക്കിട്ടാം? ഇവളെ ഒഴിവാക്കാനായിട്ട് ഇവളായിട്ട് നിനക്കൊരു ബന്ധം ഉണ്ടായിരുന്നെന്ന് ചേട്ടനോട് നീ ഒന്ന് പറയൂ. എനിക്കാ അങ്ങനെ പറഞ്ഞാൽ പുള്ളി വിശ്വസിക്കും. എടാ നീ എത്ര പ്രാവശ്യം എന്നോട് ബാംഗ്ലൂർ വന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ കഥയിൽ എനിക്ക് പകരം നിന്നെ ആക്കിയിട്ട് നീ ഒന്ന് പറഞ്ഞാൽ മതി. ചേട്ടനൊരു പാവമാണ്, അത് വിശ്വസിച്ചോളും. അത് വേണം. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാടോ, ഒരു ചേട്ടനോട് എങ്ങനെയാണ് ഒരു അനിയത് പറയണത്? അതെങ്ങാനും വീട്ടിലറിഞ്ഞാലേ കുടുംബം തകർന്നോ? എടാ ബോബി, ഞാൻ പറയാം. നീ പറയോ? നീ ധൈര്യമായിട്ടിരിക്കും, ഞാൻ പറഞ്ഞോ. എന്താടാ ഒരു പരുങ്ങല്? എന്നാ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയതിൻ്റെ നന്ദി പറയാൻ വന്നാണ്. മറ്റൊരു നന്ദി. നീ ഞങ്ങളുടെ അനിയൻകുട്ടനല്ലേ അല്ലേ? അല്ല എന്നാലും പറയണോ? എന്തു പറയണോ? നന്ദി. നിനക്ക് 2 അടിക്കണം അതല്ലേ? ശരിക്കും പറഞ്ഞ ഒരു പെണ്ണ് കാണാൻ പോകും, ഇഷ്ടപ്പെടുന്നതൊക്കെ രസകരമായ സംഭവങ്ങളാണ് അല്ലേ? അല്ലടാ അനുകൂടാ, ജീവിതത്തിലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലേ? എന്താ കല്യാണം ഉറപ്പിച്ചല്ലേ? ആ കല്യാണം നമുക്ക് ഗംഭീരമാക്കണം. ഈ മേറൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ അല്ലേ? പിന്നെ ഇതാണ് പെൺകുട്ടി. ഇവളാ? നിനക്കറിയോളാ? പിന്നെ പരിചയമുണ്ട്. ബോബേട്ട, എനിക്ക് ഇവളെ ബാംഗ്ലൂർ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവളെ എനിക്കറിയാം. എടാ ബോബി, നമ്മൾ ഒരുമിച്ച് ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. നിനക്ക് പരിചയമുള്ള എന്താ കാര്യം? നീ എന്തൊക്കെ പറയണ? അത് ഞാൻ എല്ലാം പറയാൻ പോകട്ടെ. ഒരിക്കൽ ബാംഗ്ലൂർ വെച്ച് ഞങ്ങൾ ഫ്ലാറ്റിൽ ഒരുമിച്ചുള്ളപ്പോൾ ബോബി പതിവ് പോലെ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവളെ കണ്ടിട്ടുണ്ട്.
വൃത്തിയായിട്ട പെണ്ണിനാ ബോബേട്ടൻ കെട്ടരുത് ബോബേട്ട. കെട്ടല്ലേ ബോബേട്ട. അല്ലേലും ബോബേട്ടനോട് നിഷ്കളങ്കനായോണ്ട് ഇങ്ങനെ ആൾക്കാർ പറ്റിക്കാൻ നോക്കുമല്ലോ. ബോബേട്ടൻ ഈ ചതിക്കുഴിയിൽ വീഴരുതെന്നാണ് എൻ്റെ ഒരു എന്റെ പാട്ടി വീഴും. എല്ലാത്തിനും കത്തിക്കും ഞാൻ. ചേട്ടൻ തീ പറയണ ഇതെവിടെ പോണേ? കത്തിക്കും. എടുക്കണ്ട സാധനം പോയി കണ്ട. ശരി വാ. ആ ബോബനാ മേയറല്ലേ? ഇവിടെ ഉണ്ട്. എന്നാ വിളിക്കേ. അത്തേക്ക് വാ. അതൊക്കെയൊന്നുമല്ല, പുറത്തേക്ക് വിളിക്ക്. എന്താണ് ബോബ ആ സമയത്ത്? ഓ മേയറെ കാണണമെങ്കിൽ സമയം നോക്കണല്ലോ അല്ലേ? നിങ്ങൾ എന്നെ ചതിക്കാൻ നോക്കി. നിങ്ങളുടെ തെറ്റായ വഴികളിൽ വന്നിരിക്കുന്ന മണന്റെ തലയെ കിട്ടിക്കാൻ നോക്കി ഇല്ലേ? കറുത്താവെന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട്. അതുകൊണ്ട് ഞാൻ സത്യം അറിയാം. അറിയോ? എന്താ ഉണ്ടായതെന്ന് പറ. ഉണ്ടാക്കി തരാം. നിങ്ങൾ പൊന്നാര മോളോട് ചോദിക്കും. ബാംഗ്ലൂര് ഞാനൊന്നും പറയാനില്ല. എത്ര പേരായിട്ട് പണമായിരുന്നു നിങ്ങളുടെ മോൾക്ക്? വെറുതെ കള്ളുടിച്ച് അനാവശ്യം പറയരുത്. ഞാൻ കള്ളു കുടിക്കും. ഞാൻ കള്ളു കുടിച്ച് അനാവശ്യം പറയും, വെള്ളം ഉണ്ടാക്കും. ബാംഗ്ലൂര് കണ്ണി കണ്ടമാരോടോ അഴിഞ്ഞാടി കളഞ്ഞിട്ട് ഇപ്പൊ എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കണ. എല്ലാവരും ഉണ്ട് ഈ പോകുമ്പോ ഇവൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല മമ്മി. എനിക്കൊന്നും അറിയില്ല മമ്മി. ഒരു കാര്യം പറയാം, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കരുത്. യു കാൻ സ്റ്റോം ഇൻ ദി ഹൗസ് ആൻഡ് ബ്ലഡി മേക്ക് അക്യൂസേഷൻസ് അഗൈൻസ്റ്റ് മീ. അങ്ങനെ ഒരാളെ എനിക്ക് വേണ്ട. ഞാനാരോ അല്ലടി. ഞാൻ ഇതേപോലെ കാണുന്നതിന് അനിക്കുട്ടൻ പറഞ്ഞിട്ട് അതൊക്കെ അറിയണ വേണ്ടാന്ന് അവൾക്ക്. അവന്റെ കൂടെ കള്ളും കുടിച്ച് ഹോട്ടലിലും കറങ്ങിയാണ്. അങ്ങനെ ഒരു പെണ്ണിന് വേണ്ടെന്ന് പറയാൻ ഞാനും കൂടെ പോകുന്നു. മനസ്സിലായോ?